രാത്രി അവൻ പോലീസുകാരെ കണ്ടിൽ ഇനിയും പെടരുത്, അവൻ ഒളിവിനത്തിന് വേണ്ടി പോവാണ്. പക്ഷെ പോകുന്നത് അവൻ്റെ ഗ്രാമത്തിലൂടെയാണ് പോകുന്നത്, കാൻസാലങ്കയിലൂടെയാണ് പോകുന്നത്. പക്ഷെ അവൻ വീടിൻ്റെ മുഴുവൻ പോകുന്നത്, വീട്ടിൽ കയറാൻ നിർവാഹമില്ല. അവൻ അവൻ്റെ അനിയത്തിനെ ഓർക്കുന്നു, അനിയനെ ഓർക്കുന്നുണ്ട്, അച്ഛനും അമ്മേനെ ഓർക്കുന്നുണ്ട്, പശുക്കളനാണ് വീട്ടിൽ. പക്ഷെ വീട്ടിൽ കയറാൻ നിർവാഹമില്ല. അങ്ങനെ പോകുന്നത് ഒരു ബ്രഹ്മപുത്രയുടെ കൈവഴിയായിട്ടൊന്നും നദി കടന്നുകൊണ്ട് അടുത്ത ഗ്രാമത്തിലേക്ക്, താൽപ്പൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 23 മാസത്തിൽ അവിടേക്ക് പോകാനാണ് ലക്ഷ്യം വെക്കുന്നത്. 23 മാസത്തിൽ അതായത് ഇങ്ങനെ പറയുന്നത് ആ ബ്രഹ്മപുത്ര പൗഷമാസം എന്ന് പറയും. ജനുവരി മാസം മുതലത്തെ തണുപ്പ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലൊക്കെ നമുക്ക് കാലാവസ്ഥയുടെ അറിഞ്ഞാൽ മനസ്സിലാവും. ഭയങ്കര മഞ്ഞു പോകുന്ന തണുപ്പിൽ വേറെ നിവൃത്തിയില്ലാണ്ട് ബ്രഹ്മപുത്രയുടെ കൈവഴി ഒഴുകുന്ന നദിയിലൂടെ പാർട്ടൻ സൈക്കിൾ വന്ന് ആ തീരത്ത് നിന്ന് കടവിൽ നിന്നിട്ട് സൈക്കിൾ എടുത്ത് തലയിൽ വെച്ച്, അതായത് ഡ്രസ്സൊക്കെ മുറുക്കി കെട്ടി സൈക്കിളോട് എടുത്ത് തലയിൽ വെച്ച് ആ നദി കുറുകി കടക്കുകയാണ്. അപ്പോൾ സിരകളുടെ ആകെ ഇങ്ങനെ ആ മഞ്ഞിൻ്റെ തണുപ്പ് കയറി വെള്ളം അത്രമാത്രം തണുത്ത സിരകളുടെ മഞ്ഞുതുള്ളികളാണ് ഒഴുകണത് പാർട്ടൻ തോന്നുന്നുണ്ട്. അത്രമാത്രം തണുപ്പ്. എന്ത് തന്നെയായാലും ആ യുവാവ് കടന്ന് എത്തുന്നത് അവനെ കാത്തു നിൽക്കുന്ന ജ്യോതിപ്രകാശിൻ്റെ അടുത്താണ്. ജ്യോതിപ്രകാശ് പറഞ്ഞത് കണ്ണ് ആരും കണ്ണിപ്പെടാതെ ഇങ്ങനെ ഇന്ന് രാത്രി അവിടെ തങ്ങി പോകുന്നതായിരിക്കും നല്ലത്, നീ ആകെ തങ്ങിയിരിക്കുകയാണ്, എന്നെ പോലീസുകാർ കണ്ട എന്തായാലും അവർക്ക് സംശയമാവും, അപ്പം നീ അതുകൊണ്ട് എവിടെയും തങ്ങിയിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോഴാണ് 23 മാസം എടുത്ത് പോകുന്നത്. ആ സ്കൂളിലൊരു ആ ഗ്രാമത്തിലെ താൽപ്പൂർ ഗ്രാമത്തിലെ ഒരു സ്കൂളിലെ അധ്യാപകനാണ്. കുറേ അധ്യാപകരുണ്ടോ, സ്കൂളിൻ്റെ സംവിധാനം എന്താണെന്നുള്ള അവർക്ക് മനസ്സിലായില്ല. പക്ഷെ അവിടെ ഒരു സ്കൂൾ സംവിധാനം ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. അധികം ആൺകുട്ടികളാണ് സ്കൂളിൽ പഠിക്കാൻ, പെൺകുട്ടികളുടെ സ്കൂളിൽ പറഞ്ഞയക്കുന്ന രീതി വളരെ കുറവാണ് ഗ്രാമങ്ങളിൽ കാണുന്നത്. ഇപ്പോൾ 23 മാസം രാത്രി ചെന്ന് നിൽക്കാണ്, വിളിക്കണമല്ലോ, പാതിരാത്രി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ വീടിൻ്റെ ഉള്ളിൽ നമുക്ക് കരച്ചിൽ, കുഞ്ഞൊരു നവജാത ശിശുവിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. കൂട്ടത്തിലൊരു അമ്മയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, എടി ദേവകി ഒന്ന് എഴുന്നേൽക്ക്, അവൾക്ക് ഇത്തിരി മിസ്ത്രി വെള്ളം കളിപ്പിച്ചു കൊടുക്കും. കൽക്കണ്ടത്തിന് ഞാൻ തോന്നുന്നു മിസ്ത്രി എന്ന് പറയാം, മിസ്ത്രി വെള്ളം കളിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു. 12 വയസ്സ് മാത്രമുള്ള ദേവകി ചുരുക്കൂടി കെടുക്കുകയാണ്, കണക്കാണ്. ഒട്ടും കേൾക്കുന്നില്ല, അവൾ കേൾക്കുന്നില്ല അമ്മ പറയുന്നത്. ഓണർമേറ്റി വന്നിട്ടില്ല അമ്മ പറഞ്ഞ് കേട്ടിട്ടില്ല. അപ്പം അമ്മ ഇതിന് സഹായിക്കുന്നുണ്ട്. കെട്ടിക്കഴിഞ്ഞാൽ പെണ്ണാണ് കിടന്ന് ഒന്ന് കണ്ടില്ലേ, ഒരു കാര്യം വിളിച്ചാൽ എനിക്കില്ല വരില്ല എന്ന് പറഞ്ഞു. അപ്പം അവളുടെ അച്ഛൻ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞ സ്നേഹത്തോട് വിളിക്കുന്നത്, ദേവകി ഒന്ന് എഴുന്നേൽക്ക്, നിന്നെ എനിക്ക് മിസ്റ്റുകളെ നിർമ്മിച്ച് കൊടുക്കുക. അയാളാണെങ്കിൽ അപരാധികളെ പോലെയാണ് അവളുടെ മകളുടെ വന്ന് നിൽക്കുന്നത്. ഈ പ്രായത്തിൽ 5ാമതും ഒരു കുട്ടിയുടെ അച്ഛനായിട്ട് ഭാര്യ പ്രസവിച്ചിട്ടെടുക്കുകയാണ്. സ്കൂൾ മാസ്റ്ററൊക്കെ തന്നെയാണെങ്കിലും ദാരിദ്ര്യമുള്ള കാലം തന്നെയാണ്. അദ്ദേഹം കീർത്തനം ആലപിക്കുന്ന ആളാണ്. കർണാടക ഹിന്ദുസ്ഥാനി സംഗീതത്തിലേക്ക് കീർത്തനം ആലപിച്ച് സെമിനാർ പറഞ്ഞുകളിൽ പോയി ടീച്ചർ ആലപിക്കും. അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് കൂടിയാണ് ജീവിച്ചു പോകുന്നത് ആളുകളൊക്കെ. അയാൾക്ക് വളരെ കുറ്റബോധമുണ്ട്. ഈ പ്രായത്തിൽ 5ാമത് കുട്ടിയുടെ അച്ഛനായിരുന്നു. എന്നിരുന്നാലും ദേവകി അച്ഛൻ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ നിരാകരിക്കാൻ പറ്റാണ്ട് എഴുന്നേറ്റ് പോകുന്നു വിറകെടുക്കാൻ. അപ്പോഴാണ് ഓർക്കുന്നത് വിറകെടുത്ത് വെച്ചിട്ടില്ല, തലേദിവസം വിറകത്ത് എടുത്ത് വെച്ചിട്ടില്ല, വിറകെടുക്കാൻ ഓർക്കുന്നത്. അതൊക്കെ മനുഷ്യരെ പേടിയില്ല, പക്ഷെ ഭൂമികളെ പേടകളെ കുടുംബം രാത്രി പോകുന്നത് ഒക്കെ പേടിയാണ്. ഇന്നത്തെ പോലെ കറണ്ടുള്ള കാലമല്ലല്ലോ. കൂരിട്ട് പകല് കാണുന്ന വൃക്ഷങ്ങളും ഒക്കെ നല്ല ഭംഗിയുള്ള വൃക്ഷങ്ങളും ഒക്കെ രാത്രിയാകുമ്പോൾ പേടിപ്പെടുത്തുന്ന കൂടുതലായിട്ട് മാറിപ്പോയി നമുക്ക് തോന്നും. അപ്പോൾ ഓടിപ്പോയിട്ട് ചിമ്മിനിയാണെങ്കിൽ ഓടികൾ തിരിച്ചു വന്ന് ആ വിറകുചൂടി നിന്ന് നിൽക്കുമ്പോഴാണ് ഓടിപ്പോയി തിരിച്ചു നടക്കുന്ന സമയത്താണ് അവിടെ പോയി സൈഡിൽ കണ്ടു നോക്കുമ്പോൾ പാർട്ടൻ വന്ന് നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ പാർട്ടൻ ചോദിക്കുന്ന അച്ഛനെന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ പാർട്ടൻ അവിടെ 2 ദിവസം താമസിച്ചിട്ടാണ് പോകുന്നത്. പാർട്ടൻ പോകുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട് ആ വീടിൻ്റെ അവസ്ഥ എന്താണ്, അവരുടെ കാര്യം എന്താണ്. ദേവകി പഠിക്കുന്നില്ല എന്ന് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ദേവയ്ക്ക് അക്ഷരജ്ഞാനുണ്ട്, അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സ്കൂളിൽ വിടുന്നില്ല. 12 വയസ്സ് കഴിഞ്ഞ് 13 കാലം കൂട്ടി നിൽക്കുകയാണ്. എന്തായാലും പാർട്ടൻ തിരിച്ചു പോകുമ്പോൾ പോയി കഴിഞ്ഞിട്ടാണ് ദേവകി അറിയുന്നത് പാർട്ടിയായിട്ട് പോയിരുന്നത്. പോകുന്നതിന് മുന്നേ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് പഠിക്കുന്ന ആഗ്രഹം ഉണ്ടോ ചോദിച്ചു. പഠിക്കുന്ന ആഗ്രഹം എന്തെന്ന് പറയുമ്പോൾ ഞാൻ കാഞ്ഞിരപ്പുറത്തെ വിശാലിച്ചോട് ഞാൻ പറയാം, അവരുടെ ആശ്രമത്തിൽ നിർത്തി നിന്നെ പഠിപ്പിക്കാൻ ഞാൻ വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ്. അവൾ ഭയങ്കര സന്തോഷം. കാരണം പാർട്ടി എന്ന് പറഞ്ഞാൽ നാട്ടിലങ്ങനെയാണ്. ആലപ്പൂടി ആ നാട്ടിൽ പഠിച്ചൊരു പ്രിയക്കാരൻ, പിന്നെ കർഷകർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരാൾ, എല്ലാ ഗ്രാമീണവാസികൾക്കും ഏറ്റവും പ്രിയപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ മനസ്സിലും പ്രത്യേകിച്ച് ഈ പ്രായത്തിലെ പെൺകുട്ടികളുടെ മനസ്സിലും ഒക്കെ പ്രാർത്ഥനയോട് ഭയങ്കര സ്നേഹമാണ്, സന്തോഷമാണ് എല്ലാവർക്കും. ദേവനെ സംബന്ധിച്ച് പ്രാർത്ഥന ഒരു അത്ഭുതമാണ്, സ്നേഹമാണ്, ആരാധനയാണ്, ഒക്കെയാണ്. പ്രാർത്ഥന ഒരു പുതപ്പാണ് ഉപേക്ഷിച്ചിട്ട പോലെ അറിയാതെ കൊണ്ട് തോന്നുന്നത്. അതൊന്നും ഉപേക്ഷിച്ചതാണോ അതോ
കെട്ടി പോയതാണോ? കാരണം പുറത്ത് പോയിക്കാൻ ഇല്ലാതെ മനസ്സിലായിട്ടുണ്ട്. ഒരുപക്ഷെ അതാവാണ് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത്. അങ്ങനെ പിന്നെ അവിടെ നമ്മൾ പോകുന്നത്, ഞാൻ ഇത്രയും പറയാൻ കാരണം ദേവകീനെ ഇങ്ങനെ പരിചയപ്പെടുത്താൻ കാരണം ഇവിടെ നമ്മൾ ദേവകി പ്രാർത്ഥനയും പിന്നെ വരുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മൾ പരസ്പരം ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവമാണ്. ദേവകി അങ്ങനെ പ്രാർത്ഥന പറഞ്ഞു പോയി ഒക്കെ ശരിയാണ്. ഈ ഗ്രാമത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വേറെ നടക്കുന്നുണ്ട്. മനസ്സിലാക്കി ഒരുപാട് കർഷകരുടെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ഈ നികുതി സംബന്ധമായ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഒരു യാത്രായോഗ്യമല്ലാത്ത ഒരു റോഡിന് വേണ്ടിയിട്ട് ഭൂനികുതി പിടിക്കുന്ന ജമീന്ദാറിന്റെ ഒരു സംഭവം ഉണ്ടാണ്. മനസ്സാലങ്കയിലേക്ക് താൽപ്പര്യക്കാർക്ക് പോകണമെങ്കിൽ റോഡ് കടന്ന് ഈ ബ്രഹ്മപുത്ര കഴിഞ്ഞ് വേണം പോകാൻ, ഈ കൈവഴി കടന്ന് വേണം പോകാൻ. പാലം വേണം. ആ പാലമൊക്കെ കൊടുക്കാൻ വേണ്ടി കാലം കൂടെ ഈ ആളുകൾ ചന്തയ്ക്ക് പോകണമെങ്കിൽ ആ പാലം വരെ എത്തിയിട്ട് ഇട്ട തുണി തലയടിച്ച് കിട്ടിയിട്ട് വേണം പാലം കടന്ന് ഇറങ്ങി പോകാൻ, എന്നിട്ട് വേണം തിരിച്ചു വരാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വഴിക്ക് വേണ്ടിയിട്ട് റോഡിന് വേണ്ടിയിട്ട് റോഡ് നികുതി പിരിക്കുക എന്ന് പറയുമ്പോൾ ഗ്രാമവാസികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പം അതിൻ്റെ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. എന്തെന്നെ വന്നാലും ഒരു പൈസ പോലും നികുതി അടക്കില്ല എന്ന് തീരുമാനം എടുത്തിട്ടുണ്ട് അവിടുത്തെ നാട്ടുകാരും യുവാക്കളും. ലക്ഷ്മണൻ അരി എന്ന് പറയുന്ന ആണ്. ലക്ഷ്മണൻ പാർത്തൻ്റെ സഹോദരി ഭർത്താവാണ്, അരി സുഹൃത്താണ്. അപ്പം അവരൊക്കെയാണ് പിന്നെ ഗ്രാമത്തിലുള്ളവർ ചെറുപ്പക്കാർ. പിന്നെ അതുപോലെ തന്നെ മുസ്ലിം തൊട്ടുകൂടായ്മകൾ. ഒരു മുസ്ലിമിൻ്റെ കയ്യിൽ നിന്ന് ചീന മേടിക്കാം കറി വയ്ക്കാൻ, പക്ഷെ മുസ്ലിങ്ങളെ തൊട്ടുകൂടാ, തൊട്ട് കഴിഞ്ഞാൽ പോയി കുടിക്കണം. ആ ഗ്രാമത്തിലൊക്കെ എല്ലാവരും വീട്ടിൽ കുളങ്ങളുണ്ട്. ഒരു വീട്ടിൽ പുറത്ത് പോയി വന്നാൽ വീട്ടിലേക്കല്ല കയറുക, ആരും തന്നെ കുളിച്ചിട്ടാണ് കയറുക. അങ്ങനത്തെ രീതിയൊക്കെ ഉണ്ടാവുക, പണ്ടേ ഉള്ളതാണ്. അതുപോലെ മീനൊരു പ്രധാനപ്പെട്ട വിഭവമാണ് ബംഗാളുകാരെ സംബന്ധിച്ച്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ചിത്രങ്ങൾ കാണാം. ചീര നുള്ളിൽ പെറുക്കി പറമ്പുകളിലൊക്കെ നടന്ന ചീര നുള്ളിൽ പെറുക്കി ഭക്ഷണം കഴിക്കാനായിട്ട് വയ്ക്കാനും കൊണ്ടുവരാനായിട്ട് വളർത്തുന്ന കുട്ടികളെ നമുക്ക് കാണാം. കാരണം വേറെ എന്തെങ്കിലും പൈസ കൊടുത്ത് വാങ്ങി വയ്ക്കാനില്ലാത്തതിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിലൊക്കെ നമ്മളത് അക്കാലത്തൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, നമുക്കറിയാം. നമ്മുടെ പല കുട്ടികളിൽ വളർന്ന് നമുക്കും കാണാമതൊക്കെ. അതുപോലെ തന്നെ അന്നത്തെ ബംഗാളിലും അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടത്തുന്ന ഒരു സമയമാണ്. അതുപോലെ ജമീന്ദാർമാർ കള്ള കണക്കുകൾ എഴുതി ഉണ്ടാക്കിയിട്ട് അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പലിശ അടക്കമൊക്കെ കണക്കുകൾ പറഞ്ഞിട്ട് പാവപ്പെട്ടവരുടെ ഭൂമി തട്ടിയെടുക്കുന്ന രീതി അളന്നെടുത്ത് കൊണ്ടുപോകാൻ പാടം ഒക്കെ അങ്ങനത്തെ സംഭവങ്ങൾ. അതിലൊക്കെ യുവാക്കൾ ഇടപെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ കൂടിയാണ് കഥ മുന്നോട്ട് പോയിക്കുന്നത്. അപ്പോൾ ഒന്നും പ്രാർത്ഥന ഗ്രാമത്തിൽ ഇല്ല കേട്ടോ, പ്രാർത്ഥന ഒളിവ് ജീവിതമാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ദേവകിക്ക് പഠിക്കാൻ ഏർപ്പാടാക്കുകയും ദേവകി ശാന്തിദേവിയുടെ ആശ്രമത്തിലേക്ക് പോകാനായിട്ട് പ്രാർത്ഥന കത്ത് വരുന്നുണ്ട്. ദേവകിദാസ് കൊണ്ടാണ് കത്ത് വരുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമാവും ഒരു കത്ത് അവളുടെ പേര് വരുന്നത്. അത് പഠിക്കാൻ വേണ്ടി എല്ലാം ആക്കി വെച്ചിട്ട്. പക്ഷെ അമ്മ പറയുന്നുണ്ട്, എന്തിനാണ് ഇപ്പോൾ അവളുടെ പഠിക്കാൻ? അവൾ പഠിച്ചിട്ട് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ അറിയില്ല, എനിക്ക് അവൾ പഠിക്കണ്ട, അവൾ അന്വേഷിച്ച് പഠിക്കാം. അമ്മയ്ക്ക് ഭയങ്കര കയ്യായിരുന്നു ആ വീട്ടിൽ. ദീനബന്ധു മാസം പലപ്പോഴും ഭാര്യയ്ക്ക് വേണ്ടി കൂടുതലുള്ള ഭർത്താക്കന്മാരെ പോലെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി ശരി അങ്ങനെ നിൽക്കൊള്ളു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ വോയിസ് ഉണ്ടാവാറില്ല. പക്ഷെ എന്നിരുന്നാലും അവിടെ അന്വേഷിക്ക് ഏതെങ്കിലും പഠിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം ഉണ്ടായിരുന്നു. ദേവകിക്ക് കല്യാണം ആലോചിക്കാൻ വേണ്ടിയിട്ട് ദേവകിയുടെ ഒരു മാമൻ്റെ വീട്ടിൽ ദേവിയെ കൊണ്ടുപോകുന്നത് അവിടെ ആരും കാണിക്കാൻ വേണ്ടി. അപ്പോൾ അവർ പക്ഷെ റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പഠിപ്പില്ല. 7ാം ക്ലാസ് വരെ കഷ്ടിച്ച് അച്ഛൻ പറഞ്ഞുകൊണ്ട് അത് മാത്രമേ ഉള്ളൂ. അവർക്ക് മിനിമം മെട്രിക്കുലേഷനിൽ പാസ്സായിരുന്ന കുട്ടികളാണ്. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, അമ്മയ്ക്ക് എന്തോ ഉള്ള വീട്ടിൽ നിന്നാണ്, ടൗണിലൊക്കെ ടക്കലൊക്കെ ഉള്ളവരാണ്. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ അല്ലാണ്ട് പഠിപ്പിക്കാനും ഇഷ്ടം കൊണ്ടല്ല കേട്ടോ, പഠിച്ച പെൺകുട്ടികളെ ഇനി കല്യാണം കഴിക്കാൻ ആളുകൾ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് ചെറുപ്പക്കാരുടെ ഡിമാൻഡ്. ഒരിക്കലും ഭേദപ്പെട്ട നിലയ്ക്കൊക്കെ ഒന്ന് നോക്കണമെങ്കിൽ കൊടുക്കണമെങ്കിൽ അതേ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അനിയത്തിനെ പഠിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ദേവകിനെ പഠിപ്പിക്കാൻ തീരുമാനിക്കുന്നില്ല. ദേവകി കഴിഞ്ഞ കാലം പിടിച്ച് അവസാനം എങ്ങനെയൊക്കെ സമ്മതിപ്പിച്ചിട്ടാണ് അവസാനം 2 കുട്ടിയും പഠിപ്പിക്കാൻ, ഫീസില്ലാതെ പഠിപ്പിക്കാനാണ് ദേവകിയുടെ എല്ലാ അറേഞ്ച്മെന്റ്സും നമ്മളെ പ്രാർത്ഥന ചെയ്തത്. പക്ഷെ ആ അറിവിനെ കിട്ടിയത് മുഴുവൻ ആയിരിക്കും. അവസാനം ദേവകീനെ ചിറ്റപ്പൻ്റെ വീട്ടിൽ താമസിപ്പിച്ച് അങ്ങനെ പഠിപ്പിക്കാൻ തീരുമാനിക്കുകയും ദേവകീനെ 5 മൈൽ ദൂരം, ഒരു ഗ്രാമത്തിൽ നിന്ന് 5 മൈൽ ദൂരത്തുള്ള കാഞ്ഞിരത്തേക്ക് കൊണ്ടുപോയി അവിടെ പഠിപ്പിക്കുകയും ചെയ്യുന്ന നിർത്തുന്നതാണ്. അവിടെ ഉണ്ടാവുന്ന ചില സംഭവ വികാസങ്ങൾ എന്ന് വെച്ചാൽ ദേവകി നല്ല മിടുക്കിയാണ്, പാചകമൊക്കെ നന്നായി ചെയ്യും. ഇവിടെ നല്ല പണിയെടുത്തല്ലേ പോയിരുന്നേ. 10-13 വയസ്സുള്ള വീട്ടിൽ എല്ലാ കാര്യവും അറിയാം, നന്നായി ചെയ്യാനറിയാം, നന്നായി പാചകം അറിയാം. സ്കൂളിലൊക്കെ ചെന്നാൽ ഒരു ചെറുപ്പം ചോറൊക്കെ വാർക്കും. അപ്പോൾ ടീച്ചർമാരൊക്കെ ഞങ്ങൾ വാരി പിടിച്ചിട്ട് ടീച്ചർ പറഞ്ഞു അവിടെ വല്ല ഈ ഫുഡ് പ്രോസസ്സിങ് അങ്ങനത്തെ വല്ലൊക്കെ കോഴ്സുകൾ നടക്കുന്നുണ്ട്, അപ്പോൾ അതിന് വിടാം, പാചകകലയ്ക്ക് വിടാം. അപ്പോൾ ദേവി പാചകത്തിനും കോഴ്സ് ഉണ്ടോ ദേവി വളരെ അത്ഭുതത്തോടെ ആലോചിക്കുന്നുണ്ട്. എന്തെങ്കിലും അവിടെ ഒരു ദിവസം ഒരു
കുഞ്ഞുകൊണ്ട് ചിക്കപ്പിൻ്റെ വീട്ടിൽ വന്നിട്ട് ആരും പറയുകയാണ് ദേവകിയുടെ പ്രാർത്ഥന വിളിക്കുന്നുണ്ട്, തൊഴുത്തിൻ്റെ വീട്ടിൽ നിൽക്കുന്നുണ്ടെന്ന് പറയും. ദേവകി ചെല്ലുമ്പോൾ ദേവി ഭയങ്കര പ്രാർത്ഥന കേൾക്കുന്നതിന് ദേവിക്ക് ഭയങ്കര ഒരു ആവേശമാണ് പൊതുവെ. ഇന്ന് പ്രാർത്ഥനോ എന്നുള്ള പോലെ ചെന്നപ്പോൾ പ്രാർത്ഥന എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനം തരാം, ഇത് എടുത്ത് വെച്ചോളൂ, ആരും കാണണ്ട, ഞാൻ പറയുമ്പോൾ കൊടുക്കുന്ന ആദ്യം നോട്ടാണ് കൊടുക്കണം. അവൾ തിരിച്ചു വരുമ്പോൾ അതിനകത്ത് അവൾ നോക്കുമ്പോൾ അച്ഛൻ അവളുടെ കുഞ്ഞിനെ സാധിക്ക് കളിക്കാൻ മേടിച്ചു കൊടുക്കുന്ന തോക്ക് പോലെ ഒരു സാധനമാണ്. തോക്ക് തന്നെ അവളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ചന്തയിൽ കാണിക്കാൻ പറ്റുന്ന തോക്ക്. ഇത്തിരി ഭാരം കൂടുതലും ഇത്തിരി വലിപ്പമുണ്ട്, അത്രയും നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്നാലും എന്തോ സൂക്ഷിച്ച് വയ്ക്കുന്ന സാധനമാണ്, ഒളിച്ചു വയ്ക്കുന്ന സാധനമാണ്. മനസ്സിലായിട്ടുള്ളത് ഗവൺമെൻറ് അതുകൊണ്ട് ഒളിച്ചു വയ്ക്കുന്നത്. പിറ്റേ ദിവസം പ്രാർത്ഥന അത് ഈശാനി ദേവിയുടെ ആശ്രമത്തിലേക്ക് വിളിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, കൊണ്ടുവരാൻ പറഞ്ഞത്. അപ്പോഴാണ് ദേവിക്ക് മനസ്സിലാകുന്നത് പ്രാർത്ഥന ഒളിച്ചിരുന്നത് നയിക്കുകയാണ്. ഈശാനി ദേവിയുടെ ആശ്രമത്തിൽ ആണ് ജോലി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈശാനി ദേവിയുടെ സഹോദരപുത്രി ലത അവിടെ ഉണ്ട്. ലത ദേവിയുടെ സുഹൃത്താണ്, കൂട്ടുകാരിയാണ്. അപ്പോൾ ലതയും ദേവിയും കൂടിയിട്ടാണ് അപ്പോൾ അവിടെ ഉള്ളത് പ്രാർത്ഥന അടുത്ത്. അങ്ങനെ ഈ ക്രിസ്ത്യൻ പ്രാർത്ഥന വാങ്ങിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. പ്രാർത്ഥന എൻ്റെ ഒരു തന്നല്ലോ ജോലിക്ക്. അപ്പം എന്തോ അവളിൽ എന്തെങ്കിലും ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ തരുന്നത്. അങ്ങനെ അവിടെ എന്തോ വലിയൊരു കാര്യം പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു അഭിമാനവും സന്തോഷവും ഒക്കെ ഫീൽ ചെയ്തിട്ട് അതിന് ഇരുന്ന് ഭയങ്കര സന്തോഷത്തിൽ ആ പഠിത്തമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് അവളുടെ അച്ഛൻ തിരിച്ചു വന്നിട്ട് അവളെ കൊണ്ടുപോകുന്നില്ല. അവളുടെ കല്യാണം ഒപ്പിച്ചിട്ടുണ്ട്. അടുത്ത ഗ്രാമത്തിലെ ശിവായി എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഏതോ വലിയ കുടുംബത്തിലെ ഒരു പയ്യനായിട്ട് രാജ്യ സർക്കാരായിട്ട് കല്യാണം ഉറപ്പിക്കുകയും അവളുടെ കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചു വരികയാണ്. ഇത് പ്രാർത്ഥനയോട് പറയാണ്ട് അവൾക്ക് പറ്റുന്നില്ല. പ്രാർത്ഥന ചെന്ന് പറയുന്നുണ്ട് ഈശാന്തിയുടെ ആശ്രമത്തിൽ ജോലി ചെല്ലും പ്രാർത്ഥന എടുത്ത്. ആ ഒരു സങ്കോചം ഇല്ലാണ്ട് യാതൊരു മുഖവും ഇല്ലാതെ പറഞ്ഞത് എന്നെ കല്യാണം കഴിക്കുമോ ഞാൻ ചോദിക്കണം. അപ്പോൾ പ്രാർത്ഥന ഞാൻ ഞെട്ടുന്നത് ഇപ്പോൾ കല്യാണം കഴിക്കും. പ്രാർത്ഥന അറിയില്ല അച്ഛൻ വന്നതും കല്യാണം കഴിച്ച് ഞാൻ കൊണ്ടുപോകുന്നതെന്നൊക്കെ. അപ്പം വളരെ അവനാണെങ്കിൽ ദേവകിയുടെ നിഷ്കളങ്കമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ ചോദിക്കുന്നതൊക്കെ ഭയങ്കര ആസ്വദിക്കുന്ന ഒരാളാണ്. ഇതെന്തിപ്പോൾ കല്യാണം കഴിക്കണില്ല, അങ്ങനെ കല്യാണം നിന്റെ അച്ഛനമ്മയ്ക്ക് നിന്നെ കല്യാണം കഴിച്ചിട്ട് ചോദിക്കും അതെ താമസിക്കും. അപ്പോൾ തന്നില്ലെങ്കിൽ വേണ്ട, നമുക്ക് എവിടെയും വിളിച്ച് പോയി താമസിക്കാം, ജീവിക്കാമെന്ന് പറയും. അപ്പോൾ നീ ആദ്യം പഠിക്കാൻ നോക്കും, നീ പഠിക്കാനാണ് വന്നത്, നീ പഠിക്കുമല്ലോ, ഞാൻ സ്വന്തം കാര്യം നിൽക്കാൻ നോക്കും, അതാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയുമ്പോഴാണ് പറഞ്ഞത്. ഇനി പഠിത്തമൊക്കെ കഴിക്കും, അച്ഛൻ വന്നിട്ടുണ്ട്, എന്നെ കൊണ്ടുപോകാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇഷ്ടമല്ല ആ കല്യാണത്തിൽ പോകുന്നത്. അപ്പോൾ അത്രയും ദൈന്യതയോട് കൂടിയിട്ട് അവൾക്ക് ആകെയുള്ളവർ എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് തോന്നുന്ന, അവളുടെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് തോന്നുന്ന ഒരു വ്യക്തിയോടാണ് അവൾ അത്രയും നിസ്സങ്കോചമായിട്ട്. സാധാരണ കാലത്ത് പെൺകുട്ടികൾ അങ്ങനെ പറയില്ല. പക്ഷെ അവൾ പറഞ്ഞവർക്ക് അങ്ങനത്തെ സങ്കോചമില്ല. കാരണം അവൾക്ക് ജീവൻ മരണ പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട്. ആകെ രക്ഷിക്കാൻ പ്രാർത്ഥനയുള്ളൂ എന്നൊരു തോന്നലുണ്ട് ആശയുടെ. കാരണം ആകെ വരുമ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള, അതുപോലെ അവരുടെ സാമൂഹ്യ ചുറ്റുപാടുകളിലൊക്കെ ഇടപെടുന്ന അല്ലേ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പയ്യൻ എന്നുള്ളത് എനിക്ക് അവൾക്കും ഇഷ്ടമാണ്. അപ്പോൾ അവൾ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനയുടെ ജീവിത പങ്കാളി തന്നെയാണ്. അത് ഏറ്റവും സുരക്ഷിതമായിട്ട് അവൾക്ക് ആശ്രയിക്കാവുന്ന ഒരാളെന്നുള്ള രീതിയിൽ തന്നെ കണ്ടുകൊണ്ടാണ് അത്രയും നിഷ്കളങ്കമായിട്ട് ഒട്ടും സങ്കോചമില്ലാതെ ചെന്ന് ചോദിക്കുന്നു. പക്ഷെ പ്രാർത്ഥന എന്തുകൊണ്ടോ പ്രാർത്ഥന യഥാർത്ഥത്തിൽ ഒന്നും ചിന്തിക്കുന്നില്ല. അവൻ്റെ ലക്ഷ്യമുള്ളൂ രാഷ്ട്രീയ പ്രവർത്തനം മാത്രമാണ് ലക്ഷ്യം. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കിട്ടാനുണ്ട്, അവന് ഒരുപാട് കടമകളുണ്ട് അവനറിയാം. അവൻ ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ അവൻ അത്ര കാര്യമായിട്ട് എടുക്കുന്നുമില്ല. പക്ഷെ അവൻ പറയുന്നുണ്ട് ഒന്നും ചെയ്യാൻ. ഞാൻ അച്ഛനോട് സംസാരിക്കട്ടെ എന്ന് പറയുമ്പോൾ അച്ഛനോട് ചെന്ന് സംസാരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞൊന്നും പറ്റില്ല, എന്തായാലും ഒന്നും ചെയ്തേ പറ്റില്ല. 20 മാസം പറ്റുമ്പോൾ വിശാലമായ കാഴ്ചപ്പാട് ഒരാളാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് പറ്റുന്നില്ല. എന്നുവെച്ചാൽ അവരുടെ വീടിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നടക്കില്ല, ദേവിയുടെ വിവാഹം എന്തായാലും നടക്കുന്ന ഉറപ്പായി, അതങ്ങനെ പോയി. പക്ഷേ പാട്ടം വീണ്ടും അവളെ അച്ഛൻ്റെ അടുത്ത് സംസാരിച്ച് തിരിച്ചു പോകുമ്പോൾ അവളോട് ദേവി ഞാൻ പോകട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ദേവിക്കാണെങ്കിൽ പറ്റുന്നില്ല, എന്തായാലും നിന്റെ കല്യാണം കഴിഞ്ഞ് നിസ്സുഖമായി ജീവിക്കും എന്ന് ആശീർവദിച്ചിട്ടാണ് ആൾ പോകാൻ നോക്കുന്നത്. പക്ഷെ അത് കേൾക്കുന്ന പാടെ അവർക്ക് ചോറ് ഉച്ചിക്കൊണ്ടിരിക്കുന്ന കരം തെന്നി വീഴുകയും അവരുടെ കാലിലൊക്കെ വെച്ച് കഞ്ഞിവെള്ളം വീഴുകയും കൊള്ളുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥന അവൾക്ക് എണ്ണ വരട്ടി കൊടുക്കുന്നുണ്ട്, എണ്ണ പിടിച്ചു കൊടുക്കുന്നത്. പക്ഷെ അവള് എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞാൽ പോട്ടെ ചോദിക്കണം. പക്ഷെ അവളൊന്നും മിണ്ടുന്നില്ല, അവിടെ അനുവദിച്ചാൽ അവന് പോകാനും പറ്റുന്നില്ല എന്നുള്ളത് ധർമ്മസംഘടന അവന് മനസ്സിലാകുന്നുണ്ട്. അവളുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നത്, എന്താണ് അവൾ ആഗ്രഹിക്കാൻ
പഠിക്കാനോ അവനങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ടൊന്നും അവനെ നിന്ന് കൊടുക്കുന്നില്ല. പക്ഷെ അവൾ ഇത്രയും പറയുന്നുള്ളൂ അതിന് മറുപടിയായിട്ട്, എന്നെ മറക്കരുതില്ല പ്രാർത്ഥിട്ടാന്ന് പറയുന്നത്. അപ്പം ഇല്ല, വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അവൻ പോകുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ദേവകിയുടെ കഥയിലൂടെ പോവുകയാണെങ്കിൽ ദേവയുടെ കല്യാണം കഴിയുന്നുണ്ട് ഒരു ജമീന്ദാറിനല്ല, പക്ഷെ ഒരുപാട് നല്ല കുറച്ചുകൂടി അന്നത്തെ ബ്രിട്ടീഷുകാരുടെയൊക്കെ എന്താ ചാർച്ചയായിട്ട് നിന്നുകൊണ്ട് അവരെയൊക്കെ പറ്റിക്കൊണ്ട് അങ്ങനെ നല്ല പണം ഒക്കെ ആയിട്ടുള്ള ഒരു വീട്ടിൽ രാജൻ സർക്കാരിൻ്റെ ഭാര്യയായിട്ട് ചെല്ലുകയും രാജൻ സർക്കാർ മൊത്തം ഒരു ദൂർത്ത് പോലെ. അപ്പോൾ പ്രാർത്ഥനയുടെ പുസ്തകം സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു, ചാലപ്പാഥ എന്ന് പറഞ്ഞൊരു പുസ്തകം. ചലിക്കുന്ന മാർഗമാണ് പുസ്തകത്തിന് മലയാളത്തിലർത്ഥം. അപ്പോൾ അത് ഇവർക്ക് സമ്മാനം പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവർക്ക് പ്രിയപ്പെട്ട പുസ്തകമായിട്ട് അവിടെ ക്രൗഡിൻ്റെ അടിയിൽ വെച്ചിട്ട് അവിടെ കൊണ്ടുപോകുന്നുണ്ട് ഭദ്രകാളിലേക്ക് പോകുമ്പോൾ. അപ്പോൾ എപ്പോഴും ഓരോ ദുരിതങ്ങളും അവിടെ ഗർഭത്തിൽ അനുഭവിക്കും. ഒരുപാട് മർദ്ദിക്കും, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന മനുഷ്യൻ കുടിക്കില്ലാണ്ട് കുടിച്ചു വരിക, പരസ്ത്രീ ഇങ്ങനെ പോലെ സംഭവങ്ങൾ ഉണ്ടാവുക, കുടിച്ചു വന്ന് അവിടെ അടിച്ചു കിടക്കുന്ന പോലെ അവർക്ക് സമ്മതിപ്പിക്കാൻ ഇഷ്ടമില്ലാത്ത അത്തരത്തിലൊക്കെ ഉള്ളൊരു സംഭവങ്ങൾ അവിടെ നടന്നു പോകുന്നുണ്ട്. അതിനെക്കാട്ടും ഉപരി ഒരു ദിവസം ഇവരുടെ അച്ഛൻ്റെ പ്രായമുള്ള ഒരു മനുഷ്യനെ അവരുടെ വീടിനെ മുറ്റത്തിട്ട് അടുപ്പിച്ച് തകർക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ ആലോചിക്കുന്നത് ഇത്ര നീച്ചമായ പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകളുടെ വീട്ടിലേക്കാണ് നമ്മൾ കയറിക്കുന്നത്. ഈ മനുഷ്യനെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കുന്നു ആലോചിക്കുന്നത്. അപ്പോൾ രാത്രി പക്ഷെ വരുമ്പോൾ ചോദിക്കും, നിങ്ങൾ എന്താണ് ആ മനുഷ്യൻ എന്തിനാണ് അങ്ങനെ അടിച്ചു ചോദിക്കുമ്പോൾ മറ്റൊരു വീട്ടിൽ കല്യാണം കഴിച്ചു കൊണ്ടുപോയി ഞങ്ങൾ ചോദിക്കാറ് ചോദിച്ചിട്ട് അവർക്ക് പൊത്തിലെ കൊടുക്കും. കാരണം ആ പെണ്ണുകളൊന്നും സംസാരിക്കില്ല അങ്ങനത്തെ വീടുകളിലൊന്നും. അതിൻ്റെ പാട്രിയാർക്കിയ സംഭവത്തിനുള്ളിൽ നിൽക്കുന്ന സ്ത്രീകൾക്കൊന്നും പുരുഷന്മാർക്ക് സംസാരിക്കാനുള്ള അവസ്ഥയ്ക്കാവും. അവർക്ക് എന്താണോ ആവശ്യം എന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കാത്ത മാത്രം. അപ്പോൾ ചോദ്യം ചെയ്യുന്ന ഒരു പെണ്ണിലോട്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല. എന്നിട്ട് അവർ തിരിച്ച് വലിച്ചിട്ടിട്ട് സിഗരറ്റ് കുട്ടികളൊക്കെ കുത്തി അവരുടെ നെഞ്ചിലൊക്കെ ഇങ്ങനെ ആഴ്ത്തി കുത്തിയൊക്കെ പൊളിച്ച് ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോഴും ഒരുപാട് മാനസികമായിട്ടുള്ള ആഘാതങ്ങളൊക്കെ പോകുമ്പോൾ പ്രാർത്ഥന ഓർക്കുന്നുണ്ട്, ഒരു വലുത് അറിയുന്നുണ്ടോ അല്ലേ? ഇതൊക്കെ പക്ഷെ അവർക്ക് പേടിയുണ്ടായിരുന്നു. ഭക്തഭാവങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലൊക്കെ വരുന്ന പോലത്തെ അവിടുത്തെ നാട്ടുമാര് അമ്മാനിച്ചൻ അല്ലേ, അവിടുത്തെ 10 സഹോദരങ്ങൾ ഒരേട്ടത്തിമാര് ആകെ കൂടി മൊത്തത്തിലൊരു സുഖില്ലാത്ത അന്തരീക്ഷമാണല്ലോ. അവർക്ക് ആരും ഓർമ്മ, എല്ലാ സ്ത്രീകളുടെ ഉള്ളിലും ആരും ഓർമ്മ വരുന്നൊരു പ്രശ്നം അതാണ്. എന്ന് പറഞ്ഞാൽ അന്നത്തെ വ്യവസ്ഥയിൽ അവർക്കും ഏറ്റവും ഓർമ്മ ഏറ്റവും പേടിയോട് ഓർക്കുന്നതും അവിടെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രാർത്ഥന ഇവിടെ അല്ലാതെ ഓർക്കും. ആ ഒരു രക്ഷകന്റെ സ്ഥാനത്ത് അവൾ കണ്ടിട്ട് അതില്ലാന്ന് മനസ്സിലാകുമ്പോഴുള്ള ഒരു വ്യാധി ഉണ്ടാവും. എപ്പോഴും എന്തിനും പ്രാർത്ഥന ഇത് ഈ പ്രാർത്ഥനയുടെ വലുത് അറിയുന്നുണ്ടോ എന്നുള്ളത്. അത് അങ്ങനെ പ്രാർത്ഥന നടക്കുന്നുണ്ട്. എന്തായാലും പ്രാർത്ഥന ഒളിവ് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ എപ്പോഴും പോലീസ് പിടിയിലാകുന്നുണ്ട്. അതായത് ജമീന്ദാറിന്റെ ഭവനത്തിലെ ഖജനാവ് പൊളിക്കാൻ ചെന്നിട്ട് അങ്ങനെ പോലീസിന്റെ കസ്റ്റഡിയിലാകുന്നുണ്ട്. വീണ്ടും അവനെ കരുതൽ തടങ്കലിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഗാരോ കുന്നുകളുടെ താഴ്വരകളായിട്ടുള്ള നക്സൽബാരി, ജയ്പാലി, ശിരിജുലി എന്നൊക്കെ അറിയുന്നുണ്ടായിരുന്നു. നക്സൽബാരിയിലെ ഒരു പ്രദേശത്ത് ഗാരോ കുന്നുകളുടെ താഴ്വരയിലേക്ക് കൊണ്ടുപോകാണ്, കരുതൽ തടങ്കലിലേക്ക് പ്രാർത്ഥിക്കുകയാണ്. അവിടെ അവന് അതുപോലെ രാവിലെ വൈകുന്നേരം പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ടാൽ മതി, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഗ്രാമവാസികളുടെ ഇടയിൽ അവരെ ഇടപെടാൻ പറ്റുന്നുണ്ട്. ഒരുപാട് അവർക്ക് അവരുടെ കുറേ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അവരുടെ നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇടപെടാൻ പറ്റുന്നുണ്ട്. നികുതി തട്ടിപ്പിനെതിരെയൊക്കെ അല്ലേ, റെസീറ്റിൽ വെറും 22 രൂപ എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. പഠിപ്പും വിവരവും വായിക്കാനും അറിയാത്ത കർഷകരെ പറ്റിക്കുന്ന ഒരു വ്യവസ്ഥയിൽ 33 രൂപയാണ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഗ്രാമവാസികൾക്ക് പഠിക്കാനും വായിക്കാനും അറിയില്ല എന്നുള്ളതുകൊണ്ട് സുന്ദരമായി പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെ അതായത് പരീക്ഷ കൊടുക്കാനും അത് ഇടപെടാനും ഒക്കെ ആയിട്ട് മാത്രം ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ അവരുടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മലമ്പനിക്കെതിരായിട്ട് ക്യുനയിലൊക്കെ കൊണ്ടുപോയി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അങ്ങനെ ഗ്രാമവാസികളെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിക്കുക എന്ന രീതിയിലൊക്കെ പോകുമ്പോൾ അവിടെ ഒരു പ്രശ്നം നടക്കുന്നത് ആലാബി എന്ന് പറഞ്ഞൊരു സ്ത്രീനെ പ്രാർത്ഥന അടുക്കളയിലെ കാര്യങ്ങളൊക്കെ വെച്ച് വിളമ്പി കൊടുക്കാനും ചെയ്യാനൊക്കെ ഒരു ഇൻസ്പെക്ടർ ഒരു സ്ത്രീനെ ഏൽപ്പിക്കുന്നത്. ഒരു ദിവസം ആ സ്ത്രീ വീട്ടിൽ തിരിച്ചു പോകാതെ പറഞ്ഞത് പനിയാണ്, എനിക്ക് ഈ യാത്ര ചെയ്യാൻ വയ്യ, ഞാനിവിടെ കിടന്നോളാം, ഞാൻ വീടിൻ്റെ ഒമ്പത്ത് കിടന്നോളാം, നാളെ പോയിക്കോളാം എന്ന് പറഞ്ഞു. വൃത്തിയില്ലാണ്ട് ഈ രാത്രി ഇപ്പം എങ്ങനെ പറഞ്ഞു വിടുന്നുള്ളത് കൊണ്ട് തന്നെ പ്രാർത്ഥന അത് സമ്മതിക്കുന്നുണ്ട്, കിടക്കുന്നുണ്ട്. എങ്കിലും പ്രാർത്ഥനയിൽ എഴുത്തും വായനയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഒരു രാത്രി രാത്രി കഴിയുമ്പോൾ അയ്യോ മരിച്ചു കിടക്കുന്ന ഒരു സ്ത്രീയാണ് എന്തായി നോക്കട്ടെ വെച്ചിട്ട് മാർഗം നോക്കുമ്പോൾ ആ സ്ത്രീയോടെ അർദ്ധനഗരയായിട്ട് കിടക്കുന്ന ഒരു കാഴ്ചയാണ്, പലകി കിടക്കുന്ന ഒരു കാഴ്ചയാണ് താത്ത കാണുമ്പോൾ അത് കാണുമ്പോൾ വല്ലാത്തൊരു അറപ്പ്
ഉറപ്പാണ് തോന്നുന്നു. ശരിക്കും ഒരു മലമ്പാമ്പ് കിടക്കുന്ന പോലെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അത് ഈ പോലീസ് ഏമാന്മാരുടെ ഒരു എന്താ പറയുക, ഒരു ഗൂഢാലോചനയാണ്. അത് വിപ്ലവകാരികൾ, ഒരു താമസിക്കുന്ന വിപ്ലവകാരികൾക്കുള്ള ഒരു വളരെ വ്യക്തിത്വത്തിന് കളങ്കമില്ലാത്ത എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ അത് വെച്ചിട്ട് കുറേ പറയാലോ, അതിന് വേണ്ടി മാത്രം ചെയ്തിട്ടുള്ളത്. ആലാപിനെ തിരിച്ചുവിടാൻ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിനെ പറ്റി ഭദ്ര വീണ്ടും ഈ ദേവകി വീണ്ടും ഒരുപാട് ദുരിതങ്ങളിലൂടെ പോവുകയും ഈ രാജൻ സർക്കാരിൻ്റെ വീട്ടിൽ പ്രസവത്തിന് വീട്ടിൽ വരികയും കൊച്ചുണ്ടാവുകയും ഇവർക്ക് എപ്പോഴും ഉള്ളൊരു ആശ്രയം, എപ്പോഴും സമ്മതിക്കാനുള്ള ഒരാളായിട്ട് കാണുന്ന പ്രാർത്ഥനയായതുകൊണ്ടും ഒരുപാട് ദുരിതങ്ങളിടയ്ക്കൊക്കെ പ്രാർത്ഥന കത്തൊക്കെ എഴുതുന്നുള്ളൂ. ചിലപ്പോൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി എഴുതായിരിക്കില്ല, കത്ത്. ആ കത്ത് രാജന് തീർക്കുകയും പ്രാർത്ഥനയും ദേവകിയും തമ്മിലെന്തോ ബന്ധമാണെന്നുള്ളതൊക്കെ ചാർത്തി കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവളെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. അവള് ഇല്ലട്ടാ എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവളെ ഉപേക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വീട്ടിൽ നിൽക്കുകയാണ്, പോകാൻ പറ്റുന്നില്ല. അപ്പോൾ കൊച്ചിനെയും കൊണ്ട് വീട്ടിലാണല്ലോ. ഇതിനിടയ്ക്ക് അതിന് മുമ്പ് ചില പറഞ്ഞ ആ പുസ്തകം ചരിക്കുന്ന മാർഗം കൊണ്ട് ദേവകി വായിക്കുന്നത് കണ്ടിട്ടും പാത്രം അത് മേടിച്ച് അടുപ്പിട്ട് കത്തിച്ച് രാജൻ സർക്കാർ അത് വാങ്ങി അടുപ്പിട്ട് കത്തിച്ച് കളയുന്നുണ്ട്. ഇതൊക്കെ അവർക്ക് ഏൽപ്പിക്കുന്ന ആഘാതം വളരെ വലുതാണ്. അപ്പോൾ തിരിച്ച് ഇവിടെ എന്നിട്ട് ഇവളുടെ കൂട്ടമ്മയും കൊണ്ട് ഇവരുടെ വീട്ടിൽ വന്നെങ്കിലും അവർക്ക് എന്തോ ഫുട്ബോൾ കളി, ആ നാട്ടിൽ നടക്കുന്ന ക്രിക്കറ്റ് മാച്ച് കാണാൻ, അതായത് വലിയ ഇംഗ്ലണ്ടിൻ്റെ കളിയാണ്, അത് കാണാനായിട്ട് ഇവളുടെ അന്യൻ ഈ കൊച്ചിനെ കൊണ്ട് പോവുകയും അവിടെ വെച്ച് ഇവളുടെ ഭർത്താവ് ആ കളിയിൽ വരികയും ഈ കൊച്ചിനെ കൊണ്ടുപോകും, പറിച്ചെടുത്ത് കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ തീരെ നിവൃത്തിയിലാണ് കൊച്ചിന് വേണ്ടിയിട്ട് ഇവർ വീണ്ടും ചെല്ലുന്നുണ്ട് സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിലേക്ക്. ഭർത്താവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇതേ ആരോപണം പറഞ്ഞുകൊണ്ട് അങ്ങനെ പുലടയായ സ്ത്രീയുടെ കൂടെ എൻ്റെ കൊച്ചിനെ പങ്കെടുക്കാൻ എനിക്ക് പറ്റില്ല എന്നുകൊണ്ട് ആ കൊച്ചിനെ വിട്ടു കൊടുക്കാതെ അവിടെയും അവളുടെ അച്ഛനും അവിടുന്ന് മാറ്റി ഇറക്കുന്ന പോലെ ഇറക്കും. പിന്നെ അവൾക്ക് അവരുടെ വീട്ടിൽ താമസിക്കാനോ എന്നൊക്കെ അങ്ങനത്തെ ആരോപണങ്ങൾ കേൾക്കാന്ന് പറഞ്ഞാൽ ഇന്നുമായാലും അങ്ങനെ തന്നെയായിരിക്കും, അന്നും അത് അങ്ങനെ തന്നെ. തീരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന നാട്ടുകാർ മൊത്തം ഒന്നും പറ്റില്ല എന്ന രീതിയിലൊക്കെ വന്നപ്പോൾ അവള് കൽക്കത്തയിൽ അവളുടെ അമ്മാവൻ്റെ വീട്ടിൽ പോകാനായിട്ട് തീരുമാനിക്കും. അവള് അങ്ങനെ അവളുടെ നാട് വിടുകയും ചെയ്താൽ കൊച്ചിനെന്തായാലും കിട്ടുന്നില്ല. പിന്നെ അപ്പോൾ അവള് അങ്ങനെ ഇടാം എന്ന് വെച്ചിട്ട് അവള് കൽക്കത്തയിലേക്ക് പോകുന്നുണ്ട്. അതിനായിട്ട് പ്രാർത്ഥന എപ്പോഴും വരുമ്പോൾ ഇവിടെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തതൊക്കെ നടന്നതൊക്കെ പ്രാർത്ഥന മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ പ്രാർത്ഥനയും ഒളിവ് ജീവിതം ഈ പറയുന്ന കരുതൽ തലമിലൊക്കെ കഴിഞ്ഞ് അവസാനം അവിടെ നിന്ന് അവനെ റിലീസ് ചെയ്യുമ്പോൾ പിന്നെയും അവർ കൽക്കട്ടയിൽ തിരിച്ചു വന്നിട്ട് ഒരു ചട്ടടിയുടെ ഹോട്ടലിൻ്റെ ഭാഗത്ത് മുകളിലുള്ള ഒരു ഫ്ലാറ്റിൽ ഒരു എൻജിനിയർ, വൃദ്ധനായിട്ടുള്ള ഒരു എൻജിനിയർ, 60 വയസ്സുകാരനായിട്ടുള്ള എൻജിനിയർ ആനന്ദ് ബാബുവിൻ്റെയും അയാളുടെ മരുമകൾ ഭദ്രയുടെയും വീട്ടിൽ താമസിക്കുകയാണ്. അവരൊരു മുറി വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ വൃദ്ധനോട് സംസാരിക്കുമ്പോൾ, ആനന്ദ് ബാബുവിനോട് സംസാരിക്കുമ്പോൾ വാർത്ത മനസ്സിലാക്കുന്നുണ്ട് ഭദ്ര MA ഹിന്ദി ആണ് ചെയ്യുന്നത്. അല്ല, ബംഗാളി സാഹിത്യത്തിൽ MA ചെയ്യണം. എന്നാൽ പിന്നെ ഈ ബംഗാളി സാഹിത്യം പറയേണ്ട, MA എക്കണോമിക്സ് വിദ്യാർത്ഥിയായിട്ട് ഒരു എന്താ പറയുക, ഒളിജീവിതം നയിക്കാൻ വേണ്ടി മാത്രം പഠിക്കാൻ പോകല്ലേ പറ്റുന്നു. കർഷകൻ എന്ന് പറഞ്ഞ ഒരു പത്രം ഇറങ്ങുന്നുണ്ട്. ആ പത്രത്തിന് വേണ്ടിയിട്ട് രഹസ്യമായിട്ട് പത്രത്തിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ ഒളിജീവിതം നയിക്കുന്നത് പാർട്ടി നിർദ്ദേശപ്രകാരം തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഭദ്ര എന്ന് പറയുന്ന ഒരു കഥാപാത്രം വരുന്നുണ്ട്. അന്നത്തെ കഥയിലൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് വെറും 22 വയസ്സ് മാത്രമേ ഉള്ളൂ. പ്രാർത്ഥനയിൽ 3 വർഷം കഴിഞ്ഞിട്ട് അന്നത്തെ 21 ഒരു 24 വയസ്സുകാരൊക്കെ ആയിട്ടുണ്ട്. ഭദ്ര അപ്പോഴത്തെ 19കാരിയാണ്. പക്ഷേ ഇങ്ങനെ പഠിക്കാൻ സ്കൂളിൽ ടീച്ചറായിട്ട് പോകുന്നുണ്ട്. താരതമ്യേന മെച്ചപ്പെട്ട രീതിയിൽ കൽക്കട്ടയിൽ ജീവിതം നയിക്കുന്ന ഒരു കൂട്ടർ. അപ്പോൾ ഇതിൽ ആനന്ദ് ബാബുവിനെ ചിത്രീകരിക്കുന്നത്, ആനന്ദ് ബാബു പ്രായമുണ്ട്, എഞ്ചിനീയർ ആയിരുന്നു, അങ്ങനെ റിട്ടയർ ആയ ഒരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന് കുറച്ചും കൂടി നല്ല കാഴ്ചപ്പാടാണ്. വിഭവങ്ങൾ കുറച്ചും കൂടി സ്വാതന്ത്ര്യത്തിൽ കുറച്ചും കൂടി അവകാശങ്ങളോട് ജീവിക്കേണ്ടത് തന്നെയാണ്. വിധവകൾ മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടില്ല എന്ന് പറയും. അതിനൊക്കെ ഇയാൾ എതിരാണ്. എന്താ കഴിച്ചാലും അവനവൻ എന്താണ് ബോധ്യം അത് ചെയ്യുക എന്ന് പറയുന്ന പോലെ അന്നത്തെ കാലത്ത് ചെയ്യുന്ന മരുമകൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ കൂടുന്നത്. ഈ മരുമകളാണെങ്കിൽ വിധവയാണ്. രണ്ടാമത്തെ പുത്രൻ്റെ ഭാര്യയാണ്. പുത്രൻ മരിച്ചുപോയി. മൂത്ത പുത്രനാണെങ്കിൽ വിദേശത്തെ എവിടെയാണ്, അല്ലെങ്കിൽ നാട്ടിലെവിടെ, പടിഞ്ഞാറെന്നുള്ള പറയണം, അവിടെ എവിടെയാണ്. അദ്ദേഹം കല്യാണമേ കഴിക്കുന്നില്ല എന്നാണ് മൂത്ത പുത്രൻ നടക്കുന്നത്. രണ്ടാമത്തെ പുത്രനാണ് ഇംഗ്ലണ്ടിലുള്ള പുത്രൻ നാട്ടിൽ വരികയും കല്യാണം കഴിച്ച ഒരൊറ്റ ദിവസം കല്യാണം കഴിച്ച് കൂടെ പാർക്കുകയും എന്നാൽ യാതൊരു സമ്പർക്കമില്ലാതെ അയാൾ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയും അങ്ങനെ നേരം എടുക്കുകയും ചെയ്ത് നേരം എടുക്കുമ്പോൾ കത്ത് എഴുതി വെച്ച് കത്ത് കിട്ടുന്നതാണ് ഭദ്ര കാണുന്നത്.
അതിനിടയ്ക്ക് ഇംഗ്ലണ്ടിൽ പോയ ആ മനുഷ്യന് ഒരു 6 മാസത്തിനിടയിൽ അവിടെ ഒരു വിദേശ വനിതയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അച്ഛനോട് സമ്മതം ചോദിച്ച് എഴുതുന്നുണ്ട്. അപ്പം അച്ഛൻ ഭയങ്കര ഈ മരുമകളുടെ മുഖത്ത് എങ്ങനെ നോക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. കല്യാണം കഴിഞ്ഞ ഒരു ദിവസം കഴിഞ്ഞിട്ട് പോയ ഒരാളാണ്. പക്ഷെ അവൾക്കും കത്തയച്ചിട്ടുണ്ട് അയാൾ, ഇങ്ങനെ ഒരു കാര്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ആയിട്ട് ഇരുന്നു, പക്ഷെ എനിക്ക് കാര്യങ്ങൾ വേണം, ഞാൻ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ഛൻ മറുപടി ചെയ്താൽ പറ്റില്ല അച്ഛൻ. പക്ഷെ ഇവിടെ കാര്യം അച്ഛാ അത് അനുമതി കൊടുത്തോളൂ. പിന്നെ അച്ഛൻ എഴുതാൻ പറ്റാതെ തന്നെ എഴുതുന്നത് എന്ന് പറയും. ഭാരതീയ സംസ്കാരത്തിൽ സ്ത്രീകളെ സംബന്ധിച്ച് പ്രണയം എന്ന് പറയുന്നത് അത്രയും പരിഭാവനമായ ഒരു സമൂഹ കൃഷ്ണന്റെ ആദരണമൊക്കെ കഥകൾ അവരൊക്കെ അങ്ങനെയാണ് ഓർമ്മത്തെ നാട്ടിലൊക്കെ അത് കേൾക്കുക. അപ്പോൾ അവിടെ അതിനെ അങ്ങനെയാണ് ഉൾപ്പെടുത്തുന്നത്. അതിൻ്റെ മുന്നിൽ വേറെ ഒന്നിനും സ്ഥാനമില്ല. അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും സ്വതന്ത്രനാണ്, കല്യാണം കഴിക്കാനുള്ള അനുമതി ഭദ്ര കൊടുക്കുകയും അയാൾ കല്യാണം കഴിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഇംഗ്ലണ്ടിൽ ഒരു തമ്പി വരികയാണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്തു. കാരണം വെച്ചാൽ എന്ന് പറഞ്ഞത് എന്തിനാണ് ചെയ്തതെന്ന് അവർക്കും അറിയില്ല, ഇവിടെ മറ്റുള്ളവർക്കും അറിയില്ല. അങ്ങനെ ഉള്ള ഒരു കുടുംബത്തിലേക്കാണ് പ്രാർത്ഥന വരുന്നത്. പ്രാർത്ഥന അത് പരിചയം ഒളിച്ചു വെച്ചിട്ടാണ് അവിടെ താമസിക്കുന്നതൊക്കെ. ഒരു പാലക്കാരൻ സോഹൻ സിംഗ് വരും. സോഹൻ സിംഗ് 2 കുട്ടികൾക്കുള്ള പാലും കൊണ്ടാണ് വരുന്നത്. ഭദ്രയ്ക്കുള്ള പാല് ഭദ്രയുടെ പാത്രത്തിൽ എടുത്ത് അങ്ങനെ കൊണ്ടുപോയി ഇയാൾക്കുള്ള പ്രാർത്ഥനയുള്ള പ്രാർത്ഥന വാങ്ങി അതിനുള്ളിൽ കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ടാവും. പ്രാർത്ഥന സംഭവങ്ങൾ, പാർട്ടി കൈമാറുന്ന നിർദ്ദേശങ്ങൾ, അവരുടെ കുറിപ്പുകൾ അതെടുക്കും. പതുക്കെ പ്രാർത്ഥന സൈക്കോസ്റ്റേ ചെയ്ത ഒരുപാട് മാറ്റേഴ്സ് ആ പാത്രത്തിനകത്ത് വെച്ച് കയറ്റി കൊടുത്തായിരിക്കും. പദ്ധതി പക്ഷെ അതൊന്നും അറിയില്ല. സോഹൻ സിംഗ് അങ്ങനെ വളരെ സങ്കല്പിച്ചിട്ടേ ഇല്ല. അങ്ങനെയാണ്. അപ്പോൾ അത്തരത്തിലൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ് പ്രാർത്ഥന അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഭദ്രയുമായിട്ട് സംസാരിച്ചും അറിഞ്ഞും ഒക്കെ വരുമ്പോൾ ഭദ്രയ്ക്ക് എഴുതാനും ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്യാനും ഒക്കെ പറ്റുന്ന സാധ്യതകളെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥന അത് ആവശ്യപ്പെടുന്നുണ്ട്. ഒരു ഘട്ടം കഴിയുമ്പോൾ, അതായത് ഭദ്രയെ വിശ്വസിക്കാമെന്ന ഒരു ഘട്ടം വരുമ്പോൾ മാത്രം. കാരണം പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ഒഴിവ് ജീവിതം നയിക്കുമ്പോൾ ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കണം എന്നുള്ള പ്രശ്നം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ തീർത്തും അങ്ങനെ കണ്ണടച്ച് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒരു ഘട്ടത്തിൽ ബോധ്യപ്പെടുമ്പോൾ ഒരു സാധനം വിവർത്തനം ചെയ്യാനായിട്ട് ഭദ്രയ്ക്ക് കൊടുക്കുകയും ഭദ്ര അത് വിവർത്തനം ചെയ്ത് തിരിച്ചേൽപ്പിക്കുകയും ചെയ്യുമ്പോൾ പ്രാർത്ഥന അത് വായിച്ചു നോക്കിയിട്ട് പ്രാർത്ഥന പറയുന്നുണ്ട്, ഞങ്ങൾക്ക് നിങ്ങളെ ആവശ്യമുണ്ട് എന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോഴൊരു അനുഭൂതി ഭദ്രയ്ക്ക് എന്ന് വെച്ചാൽ ജോലിക്ക് പോകുന്നു, വരുന്ന ഒരു വിധവയുടെ ജീവിതം ജീവിക്കുന്നു, അതിലുപരി അവൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെന്നോ എന്തെങ്കിലും കാര്യം അവൾക്ക് സമൂഹത്തിൽ ചെയ്യാനുണ്ടെന്നോ അവൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പം ഈ ഒരു വിവർത്തനത്തിൻ്റെ രീതിയിലേക്ക് വന്നപ്പോൾ ആ ഒരു സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ, അതിനവൾക്ക് കഴിവുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അതൊരാൾ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടാവും. അങ്ങനെയുള്ളൊരു സന്തോഷം അനുഭവിക്കുകയും പിന്നീട് തുടർന്ന് അവൾ അത് ചെയ്യുന്നുണ്ട്. ആ പരിപാടി പ്രാർത്ഥന വേണ്ടി അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിൽ പിന്നെ പല നിരീക്ഷണങ്ങളാണ്. ഒരുപാട് ബൃഹത്തായ സംഭവമാണ് കേട്ടോ. ഒരുപാട് കുഞ്ഞു ഡീറ്റെയിൽസാണ്, ന്യൂ ഡീറ്റെയിൽസാണ്. പക്ഷെ അതൊക്കെ ഈ നോക്കുന്ന ഒരുപാട് ഘടകങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ്. അങ്ങനെ മുഴുവൻ ഡീറ്റെയിൽസിലൊന്നും നമുക്കിത് കടക്കാൻ പറ്റില്ല. ചുരുക്കിയ ചില കാര്യങ്ങളിലൂടെ ഞാൻ പോവാണ്. അപ്പോൾ പാർത്ഥൻ ഈ വീട്ടിൽ നിരീക്ഷിക്കുമ്പോൾ പാർത്ഥൻ ഭദ്രയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഭദ്രയ്ക്കും തിരിച്ച് എന്തോ എവിടെയൊക്കെയോ അവളുടെ ഭർത്താവിൻ്റെ ഒരു സാദൃശ്യം രൂപം കൊണ്ട് പാർത്ഥൻ അവൾ കാണുന്നുണ്ട്. മാത്രമല്ല പാർത്ഥൻ വളരെ ദിഷണാശാലിയാണെന്നും ഇങ്ങനൊരു പ്രവർത്തനമാണ്. അപ്പോൾ പാർത്ഥൻ ഭദ്ര ചോദിക്കുന്നത് നിങ്ങൾ കമ്മ്യൂണിസ്റ്റാണോ ചോദിക്കുന്നത്. അപ്പോൾ അതെ ഞാൻ ശരിക്കും മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ കൂടിയാണ് ഇത് പറയുന്നത്, ഞങ്ങൾക്ക് നിങ്ങളെ ആവശ്യമുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഭയങ്കര ഒരു സംഭവമായിട്ട് അതിൻ്റെ പിന്നാലെ വരുന്നത് ഇവള് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ദിവസം ഇവിടെ തന്നെ വിവർത്തനം ചെയ്ത് കൊടുത്ത ഒരു സാധനം സൈക്കോസ്റ്റേ ചെയ്തത് വിതരണം ചെയ്തുകൊണ്ട് ഇവിടുത്തെ തന്നെ കിട്ടുന്നത് അത് വഴിയിൽ ഒരു പയ്യൻ വന്ന് കൊണ്ടുകൊടുക്കുന്നു, പോകുന്നു. അവിടെ നോക്കുമ്പോൾ ഇത് ഞാൻ ഇന്നലെ വിവർത്തനം ചെയ്തതാണല്ലോ തോന്നുമ്പോൾ അവൾ തിരിച്ചുകൊണ്ട് പ്രാർത്ഥന അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഇന്നലെ ഞാൻ ചെയ്തതല്ലേ, ഇത് അതല്ലേ ചോദിക്കുമ്പോൾ പറഞ്ഞു അതെ അത് തന്നെയാണെന്ന് പറയുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമോ ഭയങ്കര അത്ഭുതം. ഇത് ഞാൻ ചെയ്തതാണെന്നുള്ളൊരു ഭയങ്കര അത്ഭുതം കൊണ്ട് പ്രാർത്ഥനയിൽ വിളിക്കുന്നതാണ്. കുറേ കാലം തൻ്റെ പ്രതിരൂപം തൻ്റെ രൂപം മാത്രം കണ്ട് ആസ്വദിച്ചിരുന്ന ഒരു യുവതി പെട്ടെന്ന് ഉണർന്ന് മറ്റു കാഴ്ചകൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൗതുകം ആണ് നാർസിസത്തിന്റെ സ്വയം അവൾ ലോകം കാണുന്നതിൻ്റെ